തുടങ്ങിയില്ല തോന്നുന്നു. Hi, good morning. Good morning, miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Okay, good morning. English ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? Okay, good morning. Yes, ma'am. ഇന്നലെ Yes, നമ്മൾ ma'am. എന്തൊക്കെ എടുത്തു? എന്തൊക്കെയാ പറഞ്ഞേ? Nouns അല്ലേ? Parts of speech. Parts of speech noun ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലേ? Yes, ma'am. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അതിന്റെ കണ്ടിന്യൂഷൻ ഒന്ന് നോക്കാട്ടോ. ഇന്ന് നമ്മ അവസാനം പറയുന്ന സിംഗുലർ നൗണും പ്ലൂറൽ നൗണും അല്ലേ? അതിൽ നമുക്ക് പ്ലൂറൽ നൗൺ നോക്കാം. സിംഗുലർ നൗൺ എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും അല്ലേ? ഒരു വസ്തു അല്ലെ, ഒരു വൺ പേഴ്സൺ വൺ തിങ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് വന്നതിനൊക്കെ നമ്മൾ സിംഗുലർ നൗൺ എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നില്ലാരും എന്ന് പറയണ്ടല്ലോ. ക്ലിയർ അല്ലേ? നമുക്കിപ്പോ രണ്ടാമത്തില്ല അടുത്ത പ്ലൂറൽ നൗൺ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പ്ലൂറൽ നൗൺ എല്ലാവർക്കും അറിയാവുന്നതാണോ? ആരെങ്കിലും പറയാമോ? അഞ്ചു ഉണ്ടായിരുന്നോ ക്ലാസ്സില്? അഞ്ചു സെബാസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഇന്നലെ ഇല്ലായിരുന്നു മിസ്. ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ക്ലാസ് എന്തായാലും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, കാണാം. ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന്. ഇന്നലെ നമ്മൾ നൗൺ എടുത്തേ, നൗൺ എടുത്തേ. നൗണില് നമുക്ക് ഒരുപാട് നൗൺസ് ഉണ്ട്. ഏതൊക്കെ നൗണാ? ചന്ദ്രൻ ഒന്ന് പറയാവോ ഏതൊക്കെ നൗണാ ഇന്നലെ പഠിച്ചേ? ചന്ദ്രൻ കേൾക്കുന്നുണ്ടോ? Pronoun. പ്രോണൗൺ അല്ല, നൗണിൽ തന്നെ നമ്മൾ എത്ര നൗൺസ് ഇന്നലെ പഠിച്ചു? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, collective noun, material noun, uncountable noun, Abstract noun. Compound noun. singular noun, plural noun. ഓക്കെ, അത് ക്ലിയർ അല്ല അപ്പൊ എല്ലാവർക്കും. നമുക്ക് പ്ലൂറൽ പഠിക്കാം. പ്ലൂറൽ എന്താ? മലയാളത്തിൽ ഇപ്പൊ ഏകവചനത്തെ ഒരു ബഹുവചനാക്കാൻ നമുക്ക് കള്ളൊക്കെ ഉപയോഗിച്ചാൽ മതി. കള്ളെന്ന് വെച്ചാൽ ആൺകുട്ടികൾ. ഇപ്പൊ ആൺകുട്ടി എന്ന് പറയുമ്പോൾ അത് ബഹുവചനാക്കാൻ നമ്മൾ എന്ത് പറയും? ആൺകുട്ടികൾ എന്ന് പറയും അല്ലെ? കുട്ടികൾ അല്ലെ? അപ്പൊ നമുക്ക് കള്ള് ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്ക് ബഹുവചനാക്കാം മലയാളത്തില്. ഇംഗ്ലീഷിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു 70% നൗൺസിന് നമുക്ക് ചേർത്താൽ മതി. അതായത് ഗേൾസ്. മനസ്സിലായോ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണാം. ഓക്കെ, അപ്പൊ ഗേൾസ് കണ്ടോ? അപ്പൊ ഇംഗ്ലീഷിൽ ഒരുപാട് നൗൺസ് ഉണ്ട് അല്ലേ? ഒരു ബോയ്, ഗേൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു 70% നമുക്ക് കിഡ്സ് ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ പ്ലൂറൽ കിട്ടും. എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഗേൾസ്, സ്റ്റുഡൻസ്.
trees, cows, അല്ലേ? shops, Ah. birds, cats, and dog. എല്ലാത്തിനും നമുക്ക് എങ്ങനെ ഉപയോഗിച്ചാലും പ്ലൂറലാവോ? SRD. ഇപ്പൊ ബസ് അല്ലെങ്കിൽ ഡിഷിനൊക്കെ നമ്മ എസ് ഉപയോഗിച്ചാൽ മാത്രം അത് പ്ലൂറലായി കിട്ടും. SRD ആണ്. എന്തോ? SRD ആണ്. സോറി, ക്ലിയർ അല്ല. SRD ആണ്. ബസ്സിനോ? ബസ് ഇയേഴ്സ് അല്ലേ? ബേബി ആണെങ്കിലോ ബേബിന് നമുക്ക് ഒരു കുട്ടി എന്ന് പറയാം ബേബി. ബേബീസ് ആണെങ്കിലോ വെറും ബസ് ഉപയോഗിച്ചാൽ മാത്രം മതിയാവോ പ്ലൂറലാവാൻ? ES ഉപയോഗിക്കണം. എന്തോ? ES ഉപയോഗിക്കണം. ESO സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ബേബീസ് ES ആണോ വരണ്ടേ? IES. IES. ഓക്കെ, അത് ഉപയോഗിച്ചാലാണ് ബേബീസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാവുള്ളൂ അല്ലെ? അപ്പൊ ഓരോ വേർഡ്സിനും നമുക്ക് ഉപയോഗിക്കേണ്ടത് വ്യത്യാസമുണ്ട് പ്ലൂറലാവണമെങ്കിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എല്ലാവർക്കും അറിയോ പ്ലൂറൽ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ നൗണിന്റെ ടോപ്പിക് അതോടെ തീരും. ഇപ്പൊ ഗേൾസ് ഈ വേർഡ്സ് ഒക്കെ മനസ്സിലായല്ലോ. ഒരുപാട് കൂടെ ചേർത്താല് നമുക്ക് പ്ലൂറൽ കിട്ടും അല്ലെ? അതുപോലെ തന്നെ അടുത്തൊരു ഇതാണ് SZXCH and SH എന്നൊക്കെ അവസാനിക്കാൻ കുറച്ച് വേർഡ്സ് ഉണ്ടാവും അല്ലെ? അതിന്റെ കൂടെ എന്ത് ചേർക്കണം നമ്മ? ES ചേർക്കണം അല്ലെ? ES ചേർക്കുമ്പോഴാണ് അതിന് പ്ലൂറൽ കിട്ടുക. എക്സാമ്പിൾ നോക്കിയേ, buses, അപ്പൊ ES ചേർക്കണം അല്ലെ? boxes, taxes, dishes, wishes. ലഞ്ച് കുറെ വേർഡ്സ് ഉണ്ട് അല്ലെ? കുറെ വേർഡ്സ് ഉണ്ട്. ലഞ്ച്, ഗ്ലാസ് ഇതൊക്കെ ES ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പ്ലൂറൽ കിട്ടുള്ളൂ. അതൊക്കെ മിസ്റ്റേക്സ് വരുന്ന കാര്യങ്ങളാണ്, നമ്മളിവിടെ ശ്രദ്ധിക്കില്ല അല്ലെ? foxes, watches. അപ്പോ ഇതാണ് അടുത്തത്. എന്തൊക്കെയാണ് അപ്പോ? SZXCH and SH. ഇതിനെ കൂടെ ES വരുമ്പോഴാണ് എന്താവാ? പ്ലൂറലാവും അല്ലെ? മനസ്സിലായില്ലേ? അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താ? ES. അടുത്ത നോക്കാം. ഇപ്പോ ബേബി എന്ന് പറഞ്ഞല്ലേ? വൈ എന്താ? വൈ ഇപ്പോ ഒരു കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ട് എന്നൊക്കെ പറയുമ്പോ എന്താ? കോൺസണന്റ് എന്താ? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ? അപ്പൊ കോൺസണന്റിനൊപ്പം വൈ വന്നാല് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? IES ചേർക്കണം അല്ലെ? ബേബി വൈക്ക് മുന്നേ എന്താ? ബി ആണ് അല്ലെ? അപ്പൊ വൈ മാറ്റിയിട്ട് അവിടെ IES ചേർക്കണം. അപ്പൊ ബേബീസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായി. അതിൽ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ആർമി M എന്ന് പറഞ്ഞാലും അതൊരു കോൺസണന്റ് സൗണ്ട് ആണ് അല്ലേ? അപ്പൊ വൈക്ക് മുന്നിൽ കോൺസണന്റ് സൗണ്ട് വന്നാല് വൈ മാറ്റിയിട്ട് IES ചേർത്താലേ പ്ലൂറൽ അത് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? Yes, ma'am. ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ ഓരോ എക്സാമ്പിൾസ് നോക്കാം. ആക്ടിവിറ്റീസ് IES അല്ലെ? enemies, ladies, berries, armies, armies, countries. ഓക്കെ, നമ്മൾ ക്ലിയർ അല്ലേ? അപ്പോ okay. നമുക്ക് നെക്സ്റ്റ് നോക്കാം.
vowel. Boy. Boy അപ്പൊ എങ്ങനെ എസ് വരും അവിടെ? വൈക്ക് മുന്നേ എന്താ എടുക്കണേ? ഓയാണ് അല്ലേ? ഓ എന്താ? വൊബിൾസ് ആണ് അല്ലേ? ആണോ? അതെ. അതെ. അപ്പൊ വൈക്ക് മുന്നിൽ Yes, വൊബിൾസ് ma'am. ആയതുകൊണ്ട് എസ് ഉപയോഗിക്കുന്നു. ബോയ്സ്. ടോയ്, ടോയ്സ്, Kids, keys, monkey, monkeys. donkeys. ഓക്കെ, ഇത് ക്ലിയർ ആയി എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഏതാ? വൈഫ്. കേട്ടോ, വൈഫിനൊക്കെ നമ്മൾ എന്താ പറയാ? വെറും എസ് ഉപയോഗിച്ച് ശരിയാവോ? ഇല്ല. അപ്പോ എൻഡിങ് വിത്ത് എഫ്, എഫ് ഇ ഒക്കെ വരുമ്പോ ആ എഫും ഇയും മാറ്റിയിട്ട് അതിന്റെ കൂടെ നമ്മൾ ബി ഇ എസ് ചേർക്കണം അല്ലേ? അപ്പോഴേ അതിന്റെ പ്ലൂറൽ കിട്ടുള്ളൂ. അപ്പൊ എന്താ? വൈഫ്. വൈഫ് എന്ന് പറയുമ്പോ വൈഫ്സ് അല്ലേ വരുള്ളൂ. WIVES ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്താ? ഒരു വേർഡ് എൻഡിങ് ലെറ്റർ എഫോ FEO വന്നാല് അത് മാറ്റിയിട്ട് അതിന് കൂടെ VES ആഡ് ചെയ്താലാണ് നമുക്ക് ആ വേർഡിന്റെ പ്ലൂറൽ കിട്ടുള്ളൂ. എക്സാമ്പിൾ: നൈഫ്, നൈഫ്സ്, ലീവ്, ലീവ്സ്, ലൈഫ്, lives, calf, calves, thief, thieves, self, selves. ക്ലിയർ അല്ലേ എല്ലാവർക്കും? മനസ്സിലാവുന്നില്ലേ ക്ലാസ് എടുക്കുന്നത്? ഓക്കെ, അപ്പോ ഈ റൂഫ് ഒക്കെ എങ്ങനെ വരും? റൂഫ് എഫിലല്ല അവസാനിക്കണേ. അപ്പോ എന്ത് വരും? പറയൂ, ഒരാൾ പറഞ്ഞോളൂ. Roofs. സ്പെല്ലിംഗ് പറയൂ. PROVES. മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെ വരില്ല. Then ഒരു വേർഡ് നമുക്ക് നോക്കാം. ഷെഫ്. ഷെഫിനൊപ്പം എന്ത് വരും പ്ലൂറൽ ആക്കാനായിട്ട്? പറയോ? VS ചേർക്കാൻ പറ്റോ? ഇല്ല. അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് മീൻസ് കുറച്ച് വാക്കുകൾ അവരത് ഒഴിവാക്കി ഉണ്ടാക്കിയ, കാരണം അതിന്റെ കൂടെ ഒരിക്കലും VS ചേർക്കാൻ പറ്റില്ല. ഓക്കെ, ഇംഗ്ലീഷിൽ അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. അതൊക്കെയാ റൂഫ്. അതിന് കൂടെ എസ് വരുള്ളൂ, യാതൊരു മാറ്റവും അതിനുണ്ടാവില്ല. ഓക്കെ, അതുപോലത്തെ കുറച്ച് വേർഡ്സ് ആണ്. ബിലീഫ്, ബിലീഫ്സേ വരുള്ളൂ. ഷെഫ്, ഷെഫ്സേ വരുള്ളൂ. ക്ലിഫ്, ക്ലിഫ്സ്. ഹാൻഡ്കർച്ചീഫ്, ഹാൻഡ്കർച്ചീഫ്സ് അല്ലേ? റൂഫ്, റൂഫ്സ്. സ്റ്റാഫോ, സ്റ്റാഫ്സിനെ നമ്മൾ പറയുള്ളൂ. കറക്റ്റ് അല്ലേ? ഇതൊരിക്കലും മാറില്ല കേട്ടോ. ഇത്രയും വേർഡ്സ് ഒരിക്കലും മാറില്ല. സെയിം ആയിരിക്കുള്ളൂ. എസ് ആയിരിക്കുള്ളൂ ചേർക്കണ്ടേ. അതിൽ എഫ് ആണ് ഫ്രണ്ടിലെന്നോ FE ഫ്രണ്ടിലെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എക്സെപ്ഷൻസ് ആണ്. മനസ്സിലായില്ലേ ഇത്? മനസ്സിലായോ? നയനൊക്കെ മനസ്സിലായോ? നയന മനസ്സിലായി. മനസ്സിലായി. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. കോൺസണന്റ് സൗണ്ട്സിനൊപ്പം ഓ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ES ചേർക്കും അല്ലെ? അതിന് എക്സാമ്പിൾ എന്താ? മാംഗോ. മാംഗോ എന്താ പറയാ? മാംഗോസ് അല്ലെ? സ്പെല്ലിംഗ് പറയൂ. MANGOES. കറക്റ്റ് ആണോ? അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഷിബിത പറയൂ ഒരു എക്സാമ്പിള്. ഓയിൽ അവസാനിക്കുന്ന ഒരു വേർഡ്. ഷിബിത കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? അച്ചു,
ടൊമാറ്റോ. ടൊമാറ്റോ. അപ്പൊ എന്ത് വരും ടൊമാറ്റോയുടെ കൂടെ? ടൊമാറ്റോസ്. ടൊമാറ്റോസ്. സ്പെല്ലിങ് TOMATOES. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ ഓ എന്നാലേ അതിന്റെ കൂടെ ES ചേർക്കണം. മാംഗോ, മാംഗോസ്, ടൊമാറ്റോ, ടൊമാറ്റോസ്, ഹീറോ, ഹീറോസ്, അല്ലേ? നെക്സ്റ്റ് നോക്കാം. അപ്പോ ഈ പിയാനോ, പിയാനോ എന്നൊക്കെ വരുമ്പോ എന്ത് വരും? പിയാനോ. ഓയില്ല അവസാനിക്കണേ. എന്ത് വരും? പിയാനോ. എസ് ചേർക്കണം അല്ലേ? പിയാനോ, പിയാനോസ്, ഫോട്ടോ, ഫോട്ടോസ്, ഫോട്ടോസിന്റെ കൂടെ നമ്മൾ ES ഒരിക്കലും ചേർക്കില്ലാലോ അല്ലെ? ലോഗോ, ലോഗോസ്, മൊമെന്റോ, മൊമെന്റോസ്, അതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ശരിയല്ലേ? Yes, ma'am. ഹലോ മാം. മാം ഈ എക്സ്പ്രഷന്റെ മലയാളം മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തോ എക്സെപ്ഷൻ എന്നുള്ളത് എക്സെപ്ഷൻസ് മീൻസ് ഒഴിവാക്കൽ, അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തിയേക്കുന്ന വേർഡ്സ് ആണ് അതൊക്കെ. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കൽ, ഒഴിവാക്കുക. മാം. ഹലോ മാം. ഹലോ. എന്തോ മാം എന്നെ വിളിച്ചായിരുന്നില്ല, ഞാൻ പറഞ്ഞു, പക്ഷെ മ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യാൻ മറന്നു. ക്ലിയർ അല്ല. മാം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നില്ലേ ഓല അവസാനിക്കുന്നേ? ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാ പറഞ്ഞേ. ഓ സോറി മാം. ഓക്കെ ഓക്കെ. അതുപോലെ നെക്സ്റ്റ് ഇവിടെ നോക്കാം. ഇപ്പൊ എൻഡ് ഒരു വേർഡിന്റെ എൻഡിങ് വവ്വൽ ആണെങ്കിൽ അതിന് കൂടെ നമുക്ക് എസ് ചേർക്കാം. ഇപ്പൊ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റം വരാത്തതാണ് കേട്ടോ. അതൊന്നും ഒരിക്കലും മാറ്റം വരില്ല ഈ വേർഡ്സ് ആക്കുമ്പോൾ. പിയാനോ, പിയാനോസ് തന്നെ ഇരിക്കും. ഫോട്ടോ, ഫോട്ടോസ് തന്നെ ഇരിക്കാം കേട്ടോ. അതേപോലെ നെക്സ്റ്റ് വവ്വലിനൊപ്പം ഓ വരുമ്പോ നമ്മൾ ആഡ് എസ് ചെയ്യാം. ഓക്കെ, എസ് ചേർക്കാം നമുക്ക്. എക്സാമ്പിൾ എന്താ? സൂ. സൂ ഒക്കെ എന്താ? വവ്വൽസ് അല്ലേ? ഓ വവ്വൽസ് അല്ലേ? അപ്പൊ സൂസ് എന്ന് പറയാം. റേഡിയോ, റേഡിയോസ് പറയാം. വീഡിയോ, വീഡിയോസ് പറയാം. കങ്കാരു, കങ്കാരോസ്. എല്ലാവർക്കും മിസ് ഇതിന് മുമ്പിലത്തെ ഒന്ന് പറയാവോ? എന്തോ ഇതിന് മുമ്പിലത്തെ ഒന്ന് പറയാവോ? എക്സെപ്ഷൻസ് ഏതാ? പിയാനോ ആണോ? പിയാനോ. എക്സെപ്ഷൻസ് അതിന്റെ മീനിങ് തന്നെ ഒഴിവാക്കാം. ഇംഗ്ലീഷ് വേർഡ്സിൽ കുറെ ഒഴിവാക്കിയ വേർഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് പ്ലൂറൽ ആക്കാനുണ്ട്. വേറെ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. എസ് മാത്രം ചേർത്താൽ മതി. ചേർക്കാനല്ല, അത് അങ്ങനത്തെ വേർഡ്സ് ആണ്. റൂഫ്, റൂട്ട്സ് അല്ലേ? അതൊക്കെ മാറ്റാനേ പറ്റില്ല. അതൊക്കെ ഒഴിവാക്കിയ വേർഡ്സുകളാണ് അല്ലെ? നമുക്ക് പോയപ്പോ എന്റെ ഫ്രണ്ടിലെ ഉണ്ടെന്നോ കോൺസണന്റ് ഉണ്ടെന്നോ അതുകൊണ്ടല്ല അത് മാറ്റിയാക്കണത്. ഓൾറെഡി അതങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, സൂ, സൂ അത് നമുക്കൊരു ജസ്റ്റ് ഒരു റൂളോ അങ്ങനെ എന്തോ ഞാൻ പറയാം. ഇപ്പോ അതിന് എൻഡിങ് വവ്വൽ സൗണ്ട് ആയത് കൊണ്ട് എസ് ആക്കി എന്ന് പറയാം. എസ് ആഡ് ചെയ്താലേ അതിന് പ്ലൂറൽ കിട്ടുള്ളൂ അല്ലെ? ഇപ്പൊ എക്സെപ്ഷനിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഓൾറെഡി അങ്ങനത്തെ വേർഡ്സ് ആണ്. മനസ്സിലായോ? അതുപോലെ ഡിഫറെന്റ് പ്ലൂറൽസ് ഉണ്ട്. ഇപ്പൊ വുമൺ, വുമണിന്റെ പ്ലൂറൽ എന്താ? അതിന്റെ ഒപ്പം നമുക്ക് എസ്സോ അങ്ങനെയൊക്കെ ചേർക്കാൻ പറ്റുമോ? പറയൂ. വുമൺ, വുമണിന്റെ പ്ലൂറൽ എന്താ? വിമൻ. അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? അത് ടോട്ടലി ഡിഫറെന്റ് ആണ് അല്ലെ? അതുപോലെ ഡിഫറെന്റ് ആയ പ്ലൂറൽസ് ഏതൊക്കെയാ പറയാവോ ആരെങ്കിലും? Man, men. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അല്ലെ? ഒരു വേർഡും ആ വേർഡും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. ഇപ്പൊ ജസ്റ്റ് സ്പെല്ലിംഗ് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കാം
അല്ലേ? അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഈ വുമൺ. മിക്കപ്പോഴും നമുക്ക് തെറ്റിപ്പോകും അല്ലെ? എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു വേർഡാണ് മെൻ അല്ലെ? മെൻ, മാൻ, അതുപോലെ വുമൺ, വുമൺ അല്ലെ? ഇതൊക്കെ പ്ലൂറൽസ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, വുമൺ, വിമൻ എന്ന് പറയാം അല്ലെ? മാൻ, മെൻ. ചൈൽഡ്, ചിൽഡ്രൻ വരും അല്ലെ? അതിന്റെ ഒപ്പം എസ്സോ ഒന്നും ചേർക്കാൻ പാടില്ല. ഇപ്പോ ചിൽഡ്രൻസ് എന്ന് പറയും, മിസ്റ്റേക്ക് ആണ്. ചിൽഡ്രൻസ് പറയാൻ പാടില്ല. അതിന്റെ പ്ലൂറൽ ഓൾറെഡി ചിൽഡ്രൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. ഇപ്പോഴും എല്ലാവരും ചിൽഡ്രൻസ് എന്ന് പറയാറില്ല, ചിൽഡ്രൻസ് അല്ലെ? അത് മിസ്റ്റേക്ക് ആണ്. ആ വീട് ചിൽഡ്രൻ ആണ് അല്ലേ? പ്ലൂറൽ ചിൽഡ്രൻ ആണ്. അതിൽ പേഴ്സൺ. ഡൗട്ട് ചോദിച്ചോട്ടെ. ആ, ഈ എക്സെപ്ഷനകത്ത് ഈ പിയാനോ, പിയാനോസ്, ഫോട്ടോസ് അങ്ങനെ വരൂലേ? അങ്ങനെ വന്നിട്ട് പിന്നെ തൊട്ട് താഴെ എൻഡ് വിത്ത് വവൽസ് ഓ ആഡ് എസ് ചെയ്യൂലേ? അപ്പം സൂസ് കൊടുത്തിട്ടുണ്ട്, റേഡിയോസ്. അപ്പൊ നമുക്ക് മോളിൽ കൊടുത്ത ഈ ഒഴിവാക്കലിനകത്തുള്ള പിയാനോസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, പറ്റില്ല. അന്നേരം അതെങ്ങനെയാ മനസ്സിലാവുന്നത് നമുക്ക്? അത് ഞാൻ പറയാം, എക്സെപ്ഷൻസ് ഒക്കെ നിങ്ങൾ കാണാണ്ട് നമുക്കൊരു അത് കാണാതെ തന്നെ പഠിക്കണം. ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ ഇല്ലേ? നമ്മളിപ്പോ ഇതിങ്ങനെ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ വേർഡ് കണ്ടാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ പ്രൂഫിൽ നമ്മൾ ഒരിക്കലും നമ്മൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുതി പോകും എസ് ചെയ്യരുത് അല്ലേ? നമുക്കതിൽ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. അങ്ങനത്തെ കുറെ എക്സെപ്ഷൻ ആയിട്ടുള്ള വേർഡ്സ് ആണ് അതൊക്കെ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ? പ്ലൂറല് അതെങ്ങനെയാ, ഏതൊക്കെയാണ് ഏതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം, അത് പ്ലൂറൽ ആവാൻ എന്തൊക്കെയാണ് പഠിക്കണം. അതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉള്ള വേർഡ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. എക്സെപ്ഷൻസ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കാം. ഇതൊക്കെ എക്സെപ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഇനി ഏതാ? ഒരു ചേഞ്ചും ഇല്ലാത്ത പ്ലൂറൽസ് ഉണ്ട് അല്ലെ? വേർഡ് ഏതാണ്? ഒന്ന് തന്നെയായിരിക്കും അതിന് പ്ലൂറലും ആണോ? അങ്ങനത്തെ വേർഡ്സ് ഉണ്ടോ? ഉണ്ടല്ലേ? അതൊക്കെ ഏതൊക്കെയാ? ഷീപ്പ് അല്ലെ? ഷീപ്പ് പ്ലൂറലാണെങ്കിലാ ഷീപ്പ് തന്നെയാണ് അല്ലെ? അതിന് യാതൊരു മാറ്റവും ഇല്ല. ശരിയാണോ? അതേപോലെ കുറച്ച് വേർഡ്സ് നോക്കിയേ. ഡിയർ തന്നെയാണ്. ഫിഷ് സീരീസ് ആണ് അല്ലേ? ക്ലിയർ ആണോ? പ്ലൂറൽസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ പ്ലൂറൽസ്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ നോക്കിയാലോ? യെസ് മാം. Okay. First question. Find out the odd one. ഇത് ഏതാ? പച്ചയാൾ ഏതാ? ലെങ്, സാം, കാളിദാസ്, ശ്രീയ. മറ്റേതൊക്കെ നെയിംസ് ആണ്, ലെങ്ത് മെഷർമെന്റ് ആണ്. ഓക്കെ, അത് നൗണിൽ നമ്മ എങ്ങനെ പറയും? ലെങ്ത് എന്താണ്? നമ്മ ഇന്നലെ നോക്കിയതാണ് ഇതല്ല. ലെങ്ത് എന്തായിട്ട്? കൗണ്ടബിൾ നൗൺ. എന്താണ്? കൗണ്ടബിൾ നൗൺ. ഇന്നത്തെ ക്ലാസ് ആർക്കൊന്നും മനസ്സിലായില്ലേ? ലെങ്ത് പ്രോണൗൺ ആണോ? സാം ഒക്കെ എന്തായിട്ട് വരും? സാം, കാളിദാസ്, സിറിയ, അതൊക്കെ നെയിംസ് ആണെന്ന് മനസ്സിലായി അല്ലെ? അതിൽ നൗണിൽ നമ്മ എന്താ പറയാ? ഏത് നൗൺ ആണെന്ന് പറയും? Proper noun. പ്രോപ്പർ നൗൺ ആണ്. Proper noun. അതെ, correct. അപ്പൊ Proper noun. Length common noun. കോമൺ നൗൺ ആണോ അത്? കൗണ്ടബിൾ നൗൺ. എന്തോ?
ലെങ്ത് കൗണ്ടബിളോ? ലെങ്ത് നമുക്കത് ആബ്സ്ട്രാക്ട് അല്ലേ, നമുക്കത് കാണാൻ കഴിയാത്തതല്ലേ. മെഷർമെന്റ്സ് അല്ല ഉദ്ദേശിച്ചത്. അബ്സ്ട്രാക്ട് നൗൺ ആണോ? എന്തോ അൺകൗണ്ടബിൾ അല്ലേ മാം? എന്തോ അൺകൗണ്ടബിൾ അല്ലേ? ഓക്കെ, ആബ്സ്ട്രാക്ട് നൗൺ ആണ് കേട്ടോ. അബ്സ്ട്രാക്ട് ആബ്സ്ട്രാക്ട് നൗൺ എന്താ? അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റാത്തത്. ചൈൽഡ്ഹുഡ്, ഹാപ്പിനെസ് അങ്ങനെ വരുന്നു. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നോക്കാന്നാല് ഫൈൻഡ് ഔട്ട് കളക്റ്റീവ് നൗൺ. ഇത് കളക്റ്റീവ് നൗൺ ഏതാ? കളക്റ്റീവ് നൗൺ ഏതാ? ഫ്ലോക്ക്. ഓക്കെ, ബാക്കി ഏതാണോ? ഏതൊക്കെയാന്ന് പറ. ഇന്ത്യ ഏതാ? കോമൺ നൗൺ. ഇന്ത്യ പ്രോപ്പർ നൗൺ. ഇന്ത്യ കോമൺ നൗൺ ആണോ? പ്രോപ്പർ നൗൺ. മിൽക്കോ? മിൽക്ക് പ്രോപ്പർ നൗൺ. മിൽക്ക് പ്രോപ്പർ നൗൺ ആണോ? അല്ല, കോമൺ നൗൺ. അൺകൗണ്ടബിൾ കൗണ്ടബിൾ നൗണാണെന്ന് പറയാം. മിൽക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽ നൗണാണെന്ന് പറയാം. നമ്മൾ മെറ്റീരിയൽ നൗൺ പഠിച്ചതല്ലേ, മെറ്റീരിയൽ നൗണെന്ന് പറയാം അല്ലേ. ചെയറോ കോൺക്രീറ്റ് നൗൺ ആണെന്ന് പറയാം അല്ലേ. കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് നൗൺ എന്താ ക്ലിയർ ആയിരുന്നില്ല ഇപ്പൊ ഇന്നത്തെ ക്ലാസ്? മനസ്സിലായില്ല എല്ലാവർക്കും? എല്ലാവരും നോക്കിയായിരുന്നു ഇന്നലെ? മാം ചെയർ കൗണ്ടബിൾ നൗൺ അല്ലേ വരുന്നത്? ഏതാ ചെയർ നമുക്ക് അതും പറയാം. കൗണ്ടബിൾ നൗൺ. കൗണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതെ. നെക്സ്റ്റ് നോക്കാം. മൈ ഫ്രണ്ട് ഈസ് എ ഗുഡ് ടീച്ചർ. അത് എന്തായിട്ട് വരും? കോമൺ ആണോ, പ്രോപ്പർ ആണോ, അബ്സ്ട്രാക്ട് ആണോ, മെറ്റീരിയൽ ആണോ? ടീച്ചർ കോമൺ നൗൺ. ടീച്ചർ ഏതാ? കോമൺ നൗൺ. He was born in November. അതാ ഏത് നൗണായിട്ട് വരും? പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗണാണ്. കാരണം എന്താ, നവംബർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നെയിം അല്ലേ? പ്രോപ്പർ നൗൺ. അതെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഡു യു ഹാവ് വാഷിംഗ് മെഷീൻ at home? അതെന്തായിട്ട് വരും? കോമൺ, അബ്സ്ട്രാക്ട്, കോമ്പൗണ്ട്, കളക്റ്റീവ്. ഏത് നൗണാണ്? വാഷിംഗ് മെഷീൻ ഏത് നൗണാണ്? കോമ്പൗണ്ട് നൗൺ. അതെ, കോമ്പൗണ്ട്. കാരണം രണ്ട് വാക്കുകൾ കുടിച്ചിരുന്ന് കിട്ടുന്ന വാക്കിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ആണെന്ന് പറയുന്നത് അല്ലേ. The plural of is dash. എന്താ ചെയ്യാൻ പറ്റോ? ഏതാ കറക്റ്റ് ആൻസർ? സി. സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. Three dash are waiting in line. അവിടെ എന്താ ചേർക്കാ? സി ആണോ ഡി ആണോ? Three women are waiting in the line. ഏതാണ് കറക്റ്റ്? ബി ആണോ? അല്ലേ മിസ്? മാം ഒരു ഡൗട്ട്,
ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് പ്ലൂറൽ കാഫ് ഈസ് എന്ന് വരുന്നതില്ലേ, ആ. പ്ലൂറലിന്റെ കൂടെ എസ് ആഡ് ചെയ്യാനല്ലേ വന്നേ. അപ്പൊ സി വരുമ്പം VES അല്ലേ ആഡ് വരുന്നത് അത്. സി അതിലെ പറഞ്ഞേ കൗസ്. സി ആണ് ഓപ്ഷൻ, സി ആണ് ആൻസർ കൗസിന്. അതല്ല, ആ അങ്ങനല്ല. ദ പ്ലൂറൽ കാഫ് ഈസ് എന്ന് വരുമ്പം അപ്പം പ്ലൂറൽ ആകുമ്പോ എസ് അല്ലേ ആഡ് ചെയ്യേണ്ടത്. അത് ചോദിച്ചേ. എൻഡിങ് വിത്ത് FE ആഡ് VES അല്ലേ പറഞ്ഞേ നേരത്തെ. അതാ വീടിന് മീനിങ് ആണോ പുഷ്പമുണ്ടോ? പ്ലൂറലിന് മാം എസ് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞേ. മറ്റേ മൂന്നാമത്തെ വരുമ്പം എൻഡിങ് വിത്ത് VES അല്ലേ ആഡ് ആവുന്നേ. എക്സെപ്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് നോക്കണ്ട. ലാസ്റ്റത്തെ നോക്കൂ. ഇപ്പൊ കാഫ് എഫും FEയിൽ അവസാനിക്കുന്നതാണെങ്കിൽ നമ്മൾ എഫ് മാറ്റിയിട്ട് VES ചേർക്കണം അല്ലേ? അപ്പൊ കാഫ്സിലെ വരും സി ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ ഇത്? ശ്രീ വുമൺ, ഏത് വുമൺ ആണ്? വുമൻ. ഡിയാണോ, സിയാണോ, ഡിയാണോ? പറയുന്നുണ്ട്, കുറച്ച് പേര് ബി പറയുന്നുണ്ട്. ഏതാ കറക്റ്റ്? കൺഫ്യൂഷൻ ആണോ എല്ലാവർക്കും? ഞാനിപ്പോ പഠിപ്പിച്ചതല്ലേ വുമൺ എന്താ, വുമണിൽ പ്ലൂറൽ എന്താ വരാ? അതെ, എപ്പോഴും മിസ്റ്റേക്ക് വരുന്ന ഒന്നല്ലേ ഈ വുമൺ അല്ലേ? ഒരിക്കലും മെസ്സ് ചേർക്കില്ല, മിസ്റ്റേക്ക് ആണ്. വിമൻ ആണ് കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയില്ല ഇപ്പൊ എല്ലാവർക്കും? Okay, ma'am. ഓക്കെ മാഡം. ഓക്കെ, ദാറ്റ് ഈസ് an ox. അപ്പൊ ഓക്കെ. ദോസ ഡാഷ് എന്ത് വരും? ഓപ്ഷൻ. അതെ, ഓപ്ഷൻ. കാരണം ഡിഫറെന്റ് പ്ലൂറൽ ആണ്. യെസോ യെസോ എന്ന് ചേർത്തിട്ട് കാര്യമില്ല അല്ലേ? വണ്ടി വരുന്നു. നെക്സ്റ്റ് നോക്കാം. The plural form of hero. Hero ന്റെ plural ഏതാ? ഹീറോസ്. ഏതാണ്? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഉറപ്പാണ്. ഹീറോസ്. കുറച്ച് ബി പറയുന്നുണ്ടോ? ബി ആണോ കറക്റ്റ്? ബി ഹീറോസ്. ബി. ഹീറോ ആണ് കറക്റ്റ് ആൻസർ. ഓയിൽ അവസാനിക്കുമ്പോ നമ്മൾ ES ചേർക്കണം അല്ലേ? ഹീറോസ്. HEROES. ഡിയും പിയും സെയിം ആയിട്ട് വന്നല്ലേ? ടീച്ചർ ബിയും ഡിയും ഒരുപോലെ തന്നെ അല്ലേ? മിസ്റ്റേക്ക് ഉണ്ട്, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. കറക്റ്റ് ആൻസർ തന്നെയാണ്. HEROES ആണ് കേട്ടോ. ഈ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത് തരാം. നെക്സ്റ്റ്, ലെറ്റ് മീ ഗീവ് സം അഡ്വൈസ്. അഡ്വൈസ് എന്തിൽ വരും? അബ്സ്ട്രാക്ട് അഡ്വൈസ് അല്ലേ? അല്ലേ? അപ്പൊ ആബ്സ്ട്രാക്ട് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോ സി ആൻസർ. നമ്മളെല്ലാവരും ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഞാനില്ലായിരുന്നു മാഡം. ഒരു മരണം കാരണം കൊണ്ട് എനിക്ക് എന്തോ പങ്കെടുക്കാൻ പറ്റി. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഞാൻ ഇല്ലായിരുന്നു. 3 ദിവസമായിട്ട് എനിക്ക് കയറാൻ പറ്റിയില്ല, ഒരു മരണം കാരണം കൊണ്ട്. ക്ലാസ് ഉണ്ടാവും. ഇപ്പൊ എത്ര ഇംഗ്ലീഷിന്റെ ക്ലാസ് കഴിഞ്ഞു? 2 ക്ലാസ് അല്ലേ? ഇതടക്കം 3 ക്ലാസ്സാ? 3 ക്ലാസ് ആണെന്ന് അതെ, 3 ക്ലാസ്. ആദ്യമായിട്ടാണ് ഞാനിപ്പോ കേറുന്നത്. ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലൊന്നും ഞാനും ആദ്യമായിട്ടാണ്. അപ്പൊ 2 ക്ലാസ്സിന്റെ നോട്ട് കിട്ടാണ്. ഗ്രാമറൊക്കെ തുടങ്ങി വന്നേ ഉള്ളൂ കേട്ടോ. അല്ല, PDF-നകത്ത് ഈ നോട്ട് എല്ലാം ഉണ്ടോ? ഇംഗ്ലീഷിന്റെ നോട്ടും ഒക്കെ ഉണ്ടോ? ഉണ്ട്.
ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എഴുതിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാം. ആ ശരി. ഞാനിപ്പോ പറയുന്നത് മനസ്സിലാവുന്നല്ലേ? ആ അല്ലേ, നിങ്ങൾക്ക് ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഇത് രണ്ടും? ഡൗട്ട് ഒന്നുമില്ലല്ലോ, സിമ്പിൾ ആണല്ലേ പറയുന്നത്. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇംഗ്ലീഷ്? PDF കിട്ടിയിട്ടില്ലല്ലോ. അതവൻ കിട്ടും, അറിയില്ല, നിങ്ങൾക്ക് കാര്യം തരാതിരിക്കില്ല. ഇംഗ്ലീഷിന്റെ PDF വേറെ അയച്ചിട്ട് വേണ്ടേ? ആയിരിക്കും. അതൊക്കെ എനിക്കറിയില്ല, അവർക്ക് അയച്ചു തരും, പണ്ടൊക്കെ അയച്ചു കേട്ടോ. ആ ഇനിയിപ്പോ എന്താ പ്രോണമിലേക്ക് പോണോ? നമുക്ക് കുറച്ച് എക്സസൈസ് എന്ത് ചെയ്യണോ? ക്ലാസ് ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് നൗണിൽ വരെ ഡൗട്ട് ഉണ്ടെങ്കിൽ നൗണിൽ കൊണ്ട് തീരെയാണ്. ക്ലിയർ ആണ്? നോൺ പോർഷൻ ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് രണ്ടാമത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അടുത്ത ടോപ്പിക്കിലേക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാം നമുക്ക് ടോപ്പിക്ക് അല്ലേ? നോട്ട്സ് ചെയ്യാൻ നിങ്ങൾക്ക് നാളെ തരാം, നാളെ അടുത്ത ക്ലാസ്സിൽ തരാം. മാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുമോ? ലെങ്ത് പറഞ്ഞില്ലേ? ലെങ്ത് അല്ലെങ്കിൽ ഞാൻ നോക്കാം പറഞ്ഞു. ശരി. ഓക്കെ. പിന്നെ നോട്ട് തരാൻ പറ്റുമോ? നോട്ട് തരും കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിലെ നോട്ട് അത് കുറച്ച് ഉണ്ടായിരുന്നല്ലോ, കേറാൻ പറ്റിയിട്ടില്ല. ആണോ? സെന്റൻസ് അല്ലേ ആദ്യം ഇവിടുത്തെ? കേറിയിട്ടില്ല. ക്ലിയർ ആയിരുന്നില്ലേ അപ്പോ? ഇത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു പോയിട്ടൂടെ മിസ്സേ, എന്നിട്ട് എടുത്താ പോരെ അടുത്തത്? ടീച്ചറുടെ പേര് ഇപ്പൊ ലെങ്ത്തിന്റെ ഡൗട്ട് ചോദിച്ചില്ലേ? ലെങ്ത് കറക്റ്റ് ആബ്സ്ട്രാക്ട് നൗൺ തന്നെ, യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അതൊരിക്കലും ഒരു ഫിസിക്കലോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നൊന്നും അത് പറയാൻ പറ്റില്ല. അത് കറക്റ്റ് ആയിട്ട് നമ്മളൊരു ആബ്സ്ട്രാക്ട് നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. അത് കറക്റ്റ് ആൻസർ ആണ്, ആബ്സ്ട്രാക്ട് നൗൺ ആണ് ലെങ്ത്. ഓക്കെ, ഒരിക്കലും മിസ്റ്റേക്ക് വരരുത്. ഇനിയിപ്പോ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസ് കണ്ടാലോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരരുത്. എപ്പോഴും പഠിച്ചു വെക്കുക, ലെങ്ത് ആബ്സ്ട്രാക്ട് നൗൺ ആണ്. പെട്ടെന്ന് ഡൗട്ടും കാര്യങ്ങളൊന്നും വരരുത് കേട്ടോ. ഓക്കെ, ക്ലാസ് ഏതോ ഉദ്ദേശിക്കുന്നത്? നൗൺ ആണോ? നൗൺ എടുക്കാനാണോ പറയണേ? പറഞ്ഞോളൂ, നൗൺ എടുക്കാനാണോ പറയണേ? അല്ലെങ്കിൽ നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് പോണോ? എന്താ ചെയ്യണ്ടേ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്തൂടെ? ഏതാണ്? നൗൺ ആണോ? നോണിന്റെ തന്നെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരട്ടെ. നോട്ട് എന്തായാലും നിങ്ങൾക്ക് തരും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഒരാൾക്ക് വേണ്ടിയിട്ട് പറയണോ അല്ലെങ്കിൽ ആർക്കൊക്കെയാ ഡൗട്ട്? ഒരാൾക്ക് മാത്രമേ ഉള്ളോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഞാൻ മെസ്സേജെങ്കിലും അയക്കാം, പറഞ്ഞില്ലെങ്കിലും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എടുക്കണോ? ഇപ്പോ ഡൗട്ട് ഉണ്ട്. എന്താ ഡൗട്ട്? അഖിൽ എന്താ ഡൗട്ട്? അഖിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ഡൗട്ട്? എന്താ പറയൂ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്കേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ നോക്കിയാലോ? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയാലോ ഇംഗ്ലീഷ്? എന്താ പറയുന്ന എല്ലാവരും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ? സംസാരിച്ചാലോ നമുക്ക്?
നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണോ അത് നോക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ? എന്താ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സെന്റൻസ് ആയിട്ട് പറയാനോ ഒക്കെ അറിയാവുന്നതാണോ? അറിയില്ല മിസ്സേ. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കണം അല്ലെ. നമുക്ക് ഗ്രാമർ ഇവിടെ നിൽക്കട്ടെ, ഇത് ഗ്രാമർ ക്ലാസ് ആണ്. ഓക്കെ, ഗ്രാമർ നിൽക്കട്ടെ. നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സെന്റൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് വരണ്ടേ അല്ലേ? സംസാരിക്കാൻ നമുക്ക് പെട്ടെന്ന് ഗ്രാമർ ആലോചിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെ സംസാരിക്കേണ്ട കുറച്ച് സെന്റൻസ്, കുറച്ച് നമുക്ക് അത്യാവശ്യം നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കേണ്ട ഒരു സെന്റൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് പറഞ്ഞ് പോകാം ആദ്യം. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ കുറച്ച് സംസാരിച്ച് നോക്കുക, ഒറ്റയ്ക്ക് സംസാരിച്ച് നോക്കുക. എന്തായാലും മിസ്റ്റേക്സ് വരുമല്ലോ, ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ മിസ്റ്റേക്സ് എന്തായാലും വരും, അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. മിസ്റ്റേക്സ് പറഞ്ഞേ നമ്മൾ പഠിക്കുള്ളൂ. ഓക്കെ, കുറച്ചൊക്കെ സംസാരിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തെങ്കിലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് പറയാം. പറഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഗൂഗിളിൽ എവിടെയൊക്കെ നോക്കാൻ പറ്റില്ലേ, നിങ്ങൾക്ക് സെന്റൻസ് അടിച്ചിട്ട് ആ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പൊ എവിടെയാണ് ആ മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചിട്ട് നമുക്ക് അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ. അതേപോലെ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ അങ്ങനെ നോക്കിയാൽ മതിയില്ലേ? എല്ലാവരും സംസാരിക്കും, ഇന്ററാക്ട് ചെയ്തു. നമ്മൾ ക്ലാസ് ഇപ്പോ നൗൺ ഒക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ അടുത്ത ടോപ്പിക് പ്രോണൗൺ ആണ്. നമുക്ക് ഈ പ്രോണൗൺ തുടങ്ങി വെക്കണോ? ഇപ്പോ തുടങ്ങി വെക്കട്ടെ എന്നാണ് ഞാൻ. എന്താണ് പ്രോണൗൺ എന്ന് പറയട്ടെ? ഓക്കെ, പ്രോണൗൺ എന്താണ്? പ്രോണൗൺ എന്ന് പറയുന്നത് നൗണിന് പകരമായിട്ട് ഒരു സെന്റൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. നോട്ട് ഞാൻ പിന്നെ തരാവേ ഇതിന്റെ. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്താണെന്നുള്ളത്. അതില്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലാക്കാം. നോട്ട്സിന്റെ വേണമെങ്കിൽ വെറുതെ നോട്ട് ചെയ്ത് വെച്ചേക്ക്, എന്തായാലും നോട്ട്സ് ഞാൻ തരാം. അപ്പൊ പ്രോണൗൺ എന്താ? Pronoun is used as a substitute for a noun to avoid the repetition of the noun. അല്ലേ? A pronoun is a word used instead of the noun. അങ്ങനെയും പറയാം. അതായത് ഒരു നൗണിന് പകരമായി ഒരു സെന്റൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ pronoun എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ എന്താ പറയാ, മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയാം നമുക്ക് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും? മീര ഹാസ് എ ലോങ് ഹെയർ. മീരയ്ക്ക് നീളമുള്ള മുടിയുണ്ട് എന്ന് പറയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അത്രയും രണ്ട് വാക്കിലും മീര നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അതിന് പകരം നമ്മൾ മീരയ്ക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കാം? അതിനെയാണ് നമ്മൾ പ്രോണൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താ പറയും? എന്തോ സ്ക്രീൻ ഷെയർ ചെയ്യാവോ? സ്ക്രീൻ ഷെയർ ഞാനത് നോട്ട് ഇപ്പോ കയ്യിലില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. കാരണം ഇന്നത്തെ ടോപ്പിക് ഇത് കഴിഞ്ഞു. ഇത് കണ്ടിന്യൂഷൻ ചെയ്യണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇത് ഫുൾ നോട്ട് തരേണ്ടി വരും. ഇത് ജസ്റ്റ് എന്താണ് പ്രോണൗൺ എന്നാണ് ഇപ്പൊ പറയണത്. ഓക്കെ, ഇപ്പൊ ഗ്രാമർ ക്ലാസ്സിൽ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് അങ്ങനെയാണ് നോക്കണത്. കുറച്ച് ഗ്രാമറും കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പ്രോണൗൺ കറക്റ്റ് ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് എന്താണ് പ്രോണൗൺ എന്ന് പറയാം. ഓക്കെ, കാരണം നമ്മളിപ്പോ നോൺ കഴിഞ്ഞു. അപ്പൊ അത്രയും നേരം വെറുതെ ഇരിക്കണ്ട, നമുക്ക് അടുത്ത് നോക്കാം, പറഞ്ഞു പോകാം അല്ലേ. അപ്പൊ എന്താ? മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലേ. അപ്പൊ അതിന് പകരം മീരയ്ക്ക് എന്ത് ഉപയോഗിക്കും? ഷീ ഉപയോഗിക്കും. ഷീ ഹാസ് ലോങ് ഹെയർ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. എക്സാമ്പിൾസ് എന്തൊക്കെയാ? I, she, he, you, we, it, they. അതൊക്കെ നമുക്ക് പ്രോണൗൺ എന്ന് പറയാം അല്ലേ. ഇതെല്ലാം പ്രോണൗൺസ് ആണ്, ശരിയല്ലേ? Mary is a girl, അല്ലെങ്കിൽ Sam is a boy, Sam studies well എന്ന് പറയോ? ഇല്ല അല്ലെ. he studies well എന്നൊക്കെ പറയുള്ളൂ, he ഉപയോഗിക്കുള്ളൂ അവിടെ അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് പ്രോണൗൺസ്? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഏതൊക്കെയാണ് പ്രോണൗൺസിന്റെ? പറയൂ.
he, I, she, I, he, her, it, we. you, he, it, they. അപ്പൊ അത് ക്ലിയർ അല്ലേ? അതാണ് പ്രോണൗൺ. പ്രോണൗൺ നമുക്ക് ഒരുപാട് പ്രോണൗൺസ് ഉണ്ട്. പേഴ്സണൽ പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ, ഇൻഡിഫിനിറ്റ് പ്രോണൗൺ, അങ്ങനെ ഒരുപാട് പ്രോണൗൺസ് ഉണ്ട്. പേഴ്സണൽ പ്രോണൗൺ എന്താ? പ്രോണൗൺ ക്ലിയർ അല്ലേ? പ്രോണൗൺ എന്താന്ന് മനസ്സിലായില്ലേ? നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോണൗൺ അല്ലേ? പ്രോണൗൺ എന്ന് പറഞ്ഞാൽ സർവനാമം. മലയാളത്തിലാണ് സർവനാമം എന്ന് പറയും. ക്ലിയർ അല്ലേ? പ്രോണൗൺ ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, അതിന് ഫസ്റ്റ് പേഴ്സണൽ പ്രോണൗൺ. അപ്പൊ നമ്മൾ നൗണിൽ പഠിച്ചതുപോലെ പ്രോണൗണിനും ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പേഴ്സണൽ പ്രോണൗൺ അല്ലേ? പേഴ്സണൽ പ്രോണൗൺ എന്ന് പറഞ്ഞാല് പേഴ്സണൽ പ്രോണൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിം ഓഫ് പേഴ്സൺ. ഓക്കെ, പേഴ്സണൽ പ്രോണൗണിൽ തന്നെ നമുക്ക് അതിനും ഒരുപാട് കറൻസ് ഉണ്ട്. സബ്ജക്റ്റീവ് പ്രോണൗൺ ഉണ്ട്, സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ഉണ്ട്, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ഉണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് നോട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ, പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? പറയുമ്പോ മനസ്സിലാവുന്നുണ്ടോ? ഈ നോട്ട് വേണോ? നോട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തോ തന്നത്തെ ഒരു കാണും. അയ്യോ സോറി, അൺമ്യൂട്ട് ചെയ്യാവോ? സുനിൽ അൺമ്യൂട്ട് ചെയ്യൂ. പ്രോണൗൺ എന്താ? പ്രോണൗൺ എന്താ? ഡെഫിനിഷൻ എന്താ? ജസ്ന പറയൂ. ജസ്ന, ജസ്ന കേൾക്കുന്നുണ്ടോ? പ്രോണൗൺ എന്താ? എന്താ മനസ്സിലായി? പ്രോണൗൺ എന്താന്നാ മനസ്സിലായേ? എന്താ മനസ്സിലായി എന്ന് പറയൂ. നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന. ഓക്കെ, അപ്പോ പ്രോണൗൺസ് എന്തൊക്കെയാന്ന് പറയാം നമുക്ക്. ഇപ്പം ഗേൾ ആണെങ്കിൽ അവിടെ ഷീ ചേർക്കാം. അങ്ങനെ ഒരു പേര് പറയുമ്പോ നമുക്ക് അതിന് പകരം അപ്പൊ ഗേൾ ആണോ ബോയ് ആണോ എന്നിട്ട് നമുക്ക് ഹിയോ ഷിയോ ചേർക്കാം അല്ലെ? പകരം ചേർക്കാൻ പറ്റുന്ന. ഐയുടെ പ്ലൂറൽ ഏതാ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊണൗൺസ് എന്ന് പറയുമ്പോ സബ്ജക്റ്റീവ് പ്രൊണൗൺസ് എന്ന് പറയുന്നത് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ ആണ് അല്ലെ? അപ്പോ അതില് സിംഗുലർ ഉണ്ടാവും, പ്ലൂറൽ ഉണ്ടാവും അല്ലെ? ഐ സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ എന്തായിരിക്കും? സബ്ജക്റ്റീവിലാണെങ്കിൽ ഐ ഒറ്റയ്ക്കല്ലേ, ഏകവചനല്ലേ, സിംഗുലർ അല്ലേ? അപ്പൊ പ്ലൂറൽ എന്തായിരിക്കും അതിന്റെ? ഐയുടെ പ്ലൂറൽ എന്താ? വി. കറക്റ്റ്. അപ്പൊ യു ആണെങ്കിലോ? ഇവിടെ പ്ലൂറൽ എന്താ? യു അല്ലേ? യു ആണ് സബ്ജക്റ്റില്, യു ആർ അല്ല, യു അല്ലേ അവരോട് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റില് പ്ലൂറല് യു ആണ്. ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിലോ അതില് പ്ലൂറൽ എന്താ? ദേ വരും അല്ലേ? അതെ. Personal pronouns have different forms
എന്തൊക്കെയാ? സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആൻഡ് പൊസസീവ് അല്ലെ? അതിൽ സബ്ജക്റ്റീവ് ആണ് നമ്മൾ നോക്കിയത്. സബ്ജക്റ്റീവ് കേസില് സിംഗുലർ ഐ ആണെങ്കിൽ പ്ലൂറൽ ബി ആണ്. അതുപോലെ യു സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റീവ് കേസില് യു തന്നെയാണ് പ്ലൂറലും. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റീവ് കേസിൽ സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ ദേ ആണ്. മനസ്സിലായോ? സബ്ജക്റ്റീവ് പ്രോണൗൺ മനസ്സിലായോ? ഇത്രയും ഉദ്ദേശിച്ചാൽ മതി. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് സെന്റൻസിൽ സബ്ജക്റ്റ് വന്നതാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. ക്ലിയർ അല്ലേ ഇപ്പൊ എല്ലാവരും? ക്ലിയർ ആണോ എല്ലാവർക്കും? സെന്റൻസിൽ സബ്ജക്റ്റ് വരുന്നതാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺസ് ആർ യൂസ്ഡ് ആസ് സബ്ജക്ട് ഇൻ ദ സെന്റൻസ്. അതെന്തൊക്കെയാ? ഐ, യു, ഷീ, ഇറ്റ്, വി, ദേ ഇതൊക്കെ സബ്ജക്റ്റ് അല്ലേ? അപ്പോ അടുത്തത് ഏതാ? ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ അല്ലേ? അതെന്താ? ഒബ്ജക്റ്റീവ് ആർ യൂസ്ഡ് ആസ് ഒബ്ജക്ട് ഇൻ ദ സെന്റൻസ്. സിമ്പിൾ അല്ലേ? ഒബ്ജക്റ്റ് അല്ലേ? സെന്റൻസിൽ ഒബ്ജക്റ്റ് ആണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വരും? ഒബ്ജക്റ്റ് എന്തൊക്കെ വരും? മീ വരും. മീ, യു, ഹിം, ഹർ, ഇറ്റ്, അസ്, ദം എന്നൊക്കെ പറയും. ഷീ ഹെൽപ്ഡ് ദം എന്നൊക്കെ പറയുന്നു അല്ലേ? ഷീ ഹെൽപ്ഡ് ദം, ഷീ ഹെൽപ്ഡ് ഹിം എന്നൊക്കെ പറയാലോ അല്ലെ? ഹി ഹെൽപ്ഡ് ഹർ ഒക്കെ പറയാം. ഹർ എന്നൊക്കെ ഇപ്പൊ ലാസ്റ്റ് വരുന്ന വേർഡ് ഒബ്ജക്റ്റ് അല്ലേ? ഷീ ഹെൽപ്ഡ് ദം. ദം എന്താ? ഒബ്ജക്റ്റ് ആണ് അല്ലെ? അവൾ അവരെ സഹായിച്ചു എന്നല്ലേ വരണേ അല്ലേ? അപ്പോ അവിടെ ദം ആണ് ഒബ്ജക്റ്റ്. അപ്പോ അതാണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. മനസ്സിലായോ? നെക്സ്റ്റ് എന്താ? പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ. Possessive adjective qualify the nouns. They are ഏതൊക്കെയാ? my, your, his, her, its, our, their എന്നൊക്കെ പറയില്ലേ? my neighbors, who is a doctor. എന്റെ അല്ലെ? എന്റെ, നിന്റെ, അവന്റെ, അവളുടെ, അവരുടെ, ഞങ്ങളുടെ എന്നൊക്കെ പറയില്ലേ? അതാണ് പൊസസീവ്. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെയാ? പ്രോണൗൺ എന്ന് പറഞ്ഞാല് നൗണിന് പകരമായി യൂസ് ചെയ്യുന്ന വേർഡാണ്. നൗൺ ആണ് പ്രോണൗൺ അല്ലെ? അതിൽ ഒന്നാമത്തെ പ്രോണൗൺ ആണ് പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ പ്രോണൗൺ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, പൊസസീവ് അഡ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ അല്ലേ? അതിൽ സബ്ജക്റ്റീവ് ഏതാ? Subjective personal pronoun are used as subject in the sentence. Subject ആയി വരുന്നതിനെയാണ് subjective personal pronoun എന്ന് പറയുന്നത്. Object ആയി വരുന്നതിനെ objective personal pronoun എന്ന് പറയും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും മനസ്സിലായി എടുത്തത്? Yes, ma'am. Yes, ma'am. ഓക്കെ. പ്രോണൗൺ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ നോട്ട്സ് ആയിട്ട് കണ്ടിന്യൂഷൻ ഉണ്ടാവും. നൗൺ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം. ക്ലിയർ ആക്കുക, മനസ്സിലാക്കി പഠിക്കുക. ബൈഹാർട്ട് ചെയ്യാണ്ട് എല്ലാം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ Okay, ma'am. ഓക്കെ. നമുക്ക് പോയിന്റ് അപ്പ് ചെയ്യാം ക്ലാസ്. Okay. ഓക്കെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Okay, thank you, ma'am. Thank you, ma'am.